ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്. വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആ സംസാരം വളരെ വാല്യുബിളാണ്. അങ്ങനെയുള്ളൊരു സൗഹൃദമാണ് എനിക്ക് സച്ചിനുമായിട്ടുള്ളത്. ഞങ്ങൾ ജോലി ചെയ്തപ്പോൾ ഒന്നിച്ച് വലിയ സുഹൃത്തുക്കളൊന്നും ആയിരുന്നില്ല. പക്ഷേ രണ്ടുപേരും രണ്ട് ദിക്കിൽ വീണ്ടും പിരിഞ്ഞപ്പോഴാണ് ആ സൗഹൃദത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലായത്. സച്ചിൻ്റെ കല്യാണ കാഴ്ചകളിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ ഡേ ഓഫ് റൈഡ്. ഇന്ന് ഒരു ചെറിയ റൈഡ് പോവാണ്. സച്ചിൻ കശാദി എൻ്റെ ഫ്രണ്ട് സച്ചിൻ്റെ കല്യാണത്തിന് മുമ്പാണ്. ഇവിടുത്തെ കുറച്ച് ദൂരെയാണ്, അധികം ദൂരമൊന്നുമില്ല, നല്ലൊരു 60 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവൻ്റെ ഷാദി കൂടാൻ വേണ്ടിയിട്ട് പോകണം. സച്ചിൻ ഇപ്പം ദുബായിലാണ് കേട്ടോ. എൻ്റെ കൂടെ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്ന ആളാണ് സച്ചിൻ. അപ്പം വെക്കേഷനൊക്കെ വന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന സച്ചിന് ആശംസകൾ കേൾക്കാൻ വേണ്ടി നമുക്ക് ഒരു യാത്ര പോകാം. ഹെൽത്ത് വൈസ് പറയുകയാണെങ്കിൽ ഞാൻ അത്ര ഓക്കെ അല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പം എന്നാലും നമ്മൾ പോകണം. നമ്മുടെ സച്ചിൻ കാര്യമായിട്ട് വിളിച്ചാണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞു ബ്രോ വരില്ലേ എന്ന് ചോദിച്ചിരുന്നു എന്നോട്. അതുകൊണ്ട് ഞാനിതാ യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് വരികയാണ്. നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകുന്നില്ല, ജസ്റ്റ് ഒരു ചെറിയ ബാഗ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ക്യാമറ ബാഗ്, ഒരു സെൽഫി സ്റ്റിക്ക്, ക്യാമറ, ബാറ്ററി ചാർജ് ഇട്ടു, ചാർജ് ആയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ പോയിരുന്നേനെ. ഞാൻ മറന്നുപോയി ആക്ച്വലി രാത്രി ചാർജ് ഇടാൻ വേണ്ടിയിട്ട്. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെയുള്ള കാഴ്ചകൾ നമുക്ക് പതുക്കെ ബൈക്ക് റെഡി ആയിട്ടാകുമ്പം നമുക്ക് ബൈക്കിലോട്ട് പോവാം. നിലവിലെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് പോവുക, 1:30 ആകുമ്പോൾ കല്യാണം കൂടുക, 2:30 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൻ്റെ ഒരു ഇടയിലക്കാട് എന്നാണ്. അവിടെ പോയി പിന്നെ അതിൻ്റെ ആ ബീച്ച് റൂട്ടിൽ കൂടെ അവിടെയൊക്കെ ബൈക്ക് കുറച്ച് ഓടിച്ചിട്ട് പറ്റുമെങ്കിൽ കവായി വന്ന് ഒന്ന് ബോട്ട് കയറി ഒരു ബോട്ട് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് നിലവിലെ പ്ലാന്. മനുഷ്യനല്ലേ ഉള്ളേ, എങ്ങനെയാണ് പ്ലാൻ മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും റെഡി, ഗെറ്റ് റെഡി. പറഞ്ഞു വരുമ്പോൾ പ്ലാനെല്ലാം മാറി കേട്ടോ. രാവിലെ പോകണം എന്നൊക്കെ ഓർത്തിരുന്നാണ്. 8 മണി 8:30 ആകുമ്പോൾ പോകണം, കല്യാണം പൂർണ്ണമായിട്ട് കാണണം, മുഹൂർത്ത സമയത്ത് അവിടെ എത്തണം എന്നൊക്കെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. പിന്നെ പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പം, അല്ലെങ്കിൽ വൈകുന്നേരം റിസപ്ഷന് പോയാലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അങ്ങനെയൊക്കെ ഇരുന്ന് കുറേ സമയം കളഞ്ഞു. പിന്നെ ബാറ്ററി ചാർജ് ആയിട്ടുണ്ടായിരുന്നില്ല. പോകുമ്പോൾ എന്തായാലും കുറച്ച് വീഡിയോ പിടിക്കാമെന്നുള്ളൊരു മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നുണ്ട്. ബാറ്ററിയും രാവിലെയാണ് ചാർജ് ഇട്ടത്, അതുകൊണ്ട് എല്ലാം കൂടെ താമസിച്ചു. എന്നാലും ഞാൻ 9 മണി കഴിഞ്ഞു, 9:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. മുഹൂർത്തം 10-നും 11 മണിക്കിടയിലാണ്. അപ്പം ഞാൻ എന്തായാലും എത്തില്ല, കാരണം എനിക്ക് ഇവിടെ നിന്ന് 55 കിലോമീറ്റർ വൺ സൈഡ് പോകാനുണ്ട് ഇത്ര സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഒന്നും കഴിച്ചിട്ടുമില്ല, എവിടെയെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എൻ്റെ നാടാണ്, ശ്രീകണ്ഠപുരം കഴിച്ച് ചെങ്ങളായി എത്തി. ഇവിടുന്ന് 55 കിലോമീറ്ററാണ് കാണിക്കുന്നത്. വെള്ളൂർ കഴിഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഒരു അമ്പലം ഉള്ളത്. ആ അമ്പലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. എന്തായാലും അവിടത്തേക്കാണ് നമ്മുടെ യാത്ര പോകുന്നത് നമ്മുടെ സ്വന്തം ഹണ്ടറിൽ 10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ ഹണ്ടറിൽ. അവിടെ ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ മരക്കണ്ടോ, പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ തണൽ മരങ്ങളിലൊക്കെ ഉണ്ട്, രസമാണ് കേട്ടോ. ഈ മുകളിലൊരു പമ്പുണ്ട്, അവിടെ ഒന്ന് നിർത്തണം, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം. പമ്പിൽ വന്ന് നിർത്തിയപ്പം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല അവിടെ ആ കഫ്തേരിയിൽ. അവിടെ ചായ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു സ്വീറ്റ്സ് മാത്രം മേടിച്ച് കഴിച്ചിട്ട്, മുട്ടായി എന്തോ മേടിച്ച് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങിയാണ്. ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും ഞാൻ കഴിക്കാറില്ല, അതൊന്നും വേണ്ട. പക്ഷെ നല്ലൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്ക് കാണാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത യാത്ര തുടരുകയാണ്, വെയിറ്റ് ചെയ്യുന്നില്ല. പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചു മൈസറിൽ, എസ്എക്കും ഇതിനും എൻ്റെ കുട്ടികളുടെ പേരാണ്. പിന്നെ ബാക്കിലൊരു റെഡ്, നമ്മുടെ ഗ്രാബ്രയിലൊരു റെഡ് സ്റ്റിക്കർ ഒട്ടിച്ചു. താഴെ ഒരു ആരോ മാർക്ക് കൊടുത്തു വീലാർച്ചിൽ. ഇത്ര കാര്യങ്ങളാണ് ഞാൻ പിന്നെ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള, വേറെ ഒന്നും ചെയ്തില്ല. എന്തായാലും പ്ലാനിലൊരു ടോപ്പ് ബോക്സ് റാക്ക് വെക്കണമെന്നുണ്ട്, കാരണം എപ്പോഴും ഈ പോകുമ്പോൾ ഈ ബാഗ് തൂക്കി പിടിച്ച് പോകണ്ടല്ലോ. ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ബാഗ് എടുത്തിട്ട് പോകണ്ടേ, കാരണം ക്യാമറയൊക്കെ ഉണ്ട്, നമുക്ക് അതിനകത്ത് വെച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വീണ്ടും മുന്നോട്ട് പോവാണ് കേട്ടോ. ഇനിയിപ്പം ഒരുപാട് സംസാരിക്കാനുള്ള തൊണ്ടയില്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. അപ്പം ഉള്ള സൗണ്ടിലൊക്കെ നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പാട്ടൊക്കെ കേട്ടൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ ചെറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഒരു ബാഗും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ വാലറ്റ് ബാഗും എടുത്തിട്ടുണ്ട്. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ലഗേജ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെരുപ്പ് എടുക്കണം തോർത്തു, വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ, പക്ഷെ അത് പിന്നെ മറന്നുപോയി. ഷൂസാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു. നെടുവാലൂർ എത്തി. ഇവിടെ ഒരു വലിയ പള്ളി പണിയുന്നുണ്ട്. ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും ആ പള്ളിയുടെ പണിയൊക്കെ തീരുമ്പം അതൊരു വലിയ കാഴ്ചയാവും കേട്ടോ. അപ്പം നെടുവാലൂർ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങ് പോവാം.
ഫെബ്രുവരി പകുതിയായാലും ഭയങ്കര ചൂടാണ് കേട്ടോ. ഇതാ വളക്കൈ പാലം എത്തുന്നു. ആ പാലത്തിൻ്റെ സൈഡിൽ പഴയ കൊയ്യൻ റോഡുണ്ട്. അതൊക്കെ ഇപ്പോൾ ടാർ ചെയ്ത് നല്ല വൃത്തിയുള്ള റോഡാക്കിയിട്ടുണ്ട്. പണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന റോഡായിരുന്നു. പിന്നെ പാലത്തിൻ്റെ കൈവരികളൊക്കെ നല്ല പച്ച കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്, കാണാൻ ഭംഗിയായിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും എന്തൊരു ചൂടായിരിക്കും ഫെബ്രുവരിയിൽ ഇത്ര ചൂടാണെങ്കിൽ. പക്ഷേ നമുക്ക് റൈഡേഴ്സ് ഇതൊന്നും കണ്ടിട്ട് നമ്മൾ പുറകോട്ട് നിൽക്കാൻ പാടില്ലല്ലോ, നമ്മൾ മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, നീ കോട്ടയം പോകും അത് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇട്ടില്ലല്ലോ, പോയില്ലല്ലോ. ഞാൻ ആക്ച്വലി ഇന്ന് കോട്ടയം പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പക്ഷേ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് പോകാതിരുന്നത്. പിന്നെ ഈ കല്യാണം ഉണ്ടായിരുന്നല്ലോ. അപ്പം കോട്ടയം പോകും. അല്ല, ആൾ പറയുന്നത് വെച്ചാൽ ആൾക്കും ബൈക്കുണ്ട്, 220 ആണ്, പൾസർ 220 ആണ്. പക്ഷേ ലോങ് ഒന്നും പോയിട്ടില്ല. അപ്പം കൂടെ 50 കിലോമീറ്റർ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. ആൾക്ക് എറണാകുളമൊക്കെ പോകണമെന്നുണ്ട്. അപ്പം കോട്ടയം പോകുമ്പം ആളെ കൂടെ കൂട്ടുമോ എന്നുള്ളതാണ് ആൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു പോരെ, കുഴപ്പമില്ല, ഞാനങ്ങനെ ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്യുന്ന ആളൊന്നുമല്ല. ബ്രേക്ക് എടുത്ത് പതിയെ കൂടെ വരുന്നവരെ എപ്പോഴും കൺസിഡർ ചെയ്ത് അവരെ കെയർ ചെയ്ത് മാത്രമേ ഞാൻ റൈഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഓക്കെയാണ്. ഞാൻ പറഞ്ഞു 2 ദിവസം വേണം, ഒരു ശനി ഞായർ അല്ലെങ്കിൽ ഞായർ തിങ്കൾ പ്ലാൻ ചെയ്യാൻ നമുക്ക്. എന്തായാലും കോട്ടയം യാത്ര അധികം താമസിക്കാതെ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കോട്ടയം പോകണം. ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. വഴിക്ക് നന്നായിട്ട് ദാഹിച്ചപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് അടിച്ചിട്ട് ഞാൻ യാത്ര മുന്നോട്ട് തുടർന്നു. നമ്മുടെ കുറുമാത്തൂരൊക്കെ വിട്ട് തളിപ്പറമ്പ് എത്താനാകുന്നു. കുറുമാത്തൂർ ടൗണിൻ്റെ ഭാഗത്തൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഇനി ക്യാമറ ഓഫ് ചെയ്യാണ്, കാരണം ആകെ 2 ബാറ്ററിയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അവിടം വരെ എത്താനുള്ള കിട്ടുമെന്നറിയില്ല. ഒരു ബാറ്ററി എന്തായാലും 40 മിനിറ്റ് കൂടുതൽ കിട്ടാറില്ല. അതുകൊണ്ട് ഇനിയിപ്പം തളിപ്പറമ്പ് കഴിഞ്ഞിട്ട് നാഷണൽ ഹൈവേ കയറിയിട്ടുള്ള കാഴ്ചകളും പിന്നെ അവിടെ നിന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യണം. പിന്നെ ചാർജറുണ്ട്, ചാർജ് ചെയ്യാൻ പറ്റും, സൗകര്യമുണ്ട്. പിന്നെ ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്കൊരു ടോപ്പ് ബോക്സ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു ചാർജ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിനകത്തിട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ടോപ്പ് ബോക്സിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. കാരണം ഈ ഹണ്ടറിൽ ബേസിക് ആയിട്ടുള്ള ആക്സസറീസിൽ ഇതൊന്നും വരുന്നില്ല. കാരണം ഒരു ആക്സസറീസും വരുന്നില്ല. ഒരു നക്കിൾ ഗാർഡ് വരുന്നില്ല, ടോപ്പ് ബോക്സ് വരുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. സൈഡ് ബോക്സ് ഇല്ല. സൈഡ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 സൈഡ് ബോക്സ് മാത്രമേ ഉള്ളൂ. 2 സൈഡ് ബോക്സ് എവിടെയും കാണുന്നില്ല. ഒരു റൈഡറിനുള്ള കംഫർട്ടബിളായിട്ട് ഈ വണ്ടിക്ക് ഒന്നുമില്ല. പക്ഷേ സ്ക്രാമിനായാലും അല്ലെങ്കിൽ നോർമൽ നമ്മുടെ ബുള്ളറ്റിനായാലും മറ്റേത് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിക്കായാലും ഇപ്പം ഹോണ്ടയുടെ NX 200-നായാലും ഡോമിനോറിനായാലും അതിനൊക്കെ ഇങ്ങനെ ഒരുപാട് ആക്സറി ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹണ്ടറിലൊന്നും വരുന്നില്ല. പിന്നെ പുറത്തുനിന്ന് ഫിറ്റ് ചെയ്യണം. പക്ഷേ എന്തെങ്കിലും 1-2 കാര്യം, എനിക്ക് 2 സൈഡ് ബോക്സും ഒരു ടോപ്പ് ബോക്സും ഫിറ്റ് ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ നോക്കുന്നു. നമുക്ക് ബഡ്ജറ്റിൽ ഒതുക്കുന്ന കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഫിറ്റ് ചെയ്യും. രണ്ടാമത്തെ വാട്ടർ ബ്രേക്ക് എടുത്തു കേട്ടോ. ഭയങ്കര ചൂടാണ്, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു അങ്ങനെ പോകുമ്പോൾ. ഒന്നാമത് നമ്മൾ ബൈക്കിന് പോകുമ്പോഴും കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നുണ്ടാവും. പിന്നെ ഒരു ചെറിയൊരു ഗ്ലാസ് മേടിച്ചു. തൊപ്പി ഉണ്ടായിരുന്നു. തൊപ്പി എനിക്ക് കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ മേടിച്ചില്ല. വേറെ ഇതുണ്ടോ, നിങ്ങളുടെ 200 രൂപയ്ക്ക് മേടിച്ചതാണ്. കുഴപ്പമില്ല, നല്ല ഫ്രെയിമൊക്കെ നല്ലതാണ്, നല്ല ഉറപ്പുണ്ട്. പിന്നെ നല്ല കൂളിംഗ് കിട്ടുന്നുണ്ട്. എന്നാലും ഭയങ്കര ചൂടായിരുന്നു, ഞാൻ എടുക്കാതെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയിപ്പം ഇവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് ആ പുറത്തൊരു ചെയറിരിപ്പുണ്ട്, ഒരു സ്റ്റൂളും ഉണ്ട്. നമ്മളവിടെ ഇരുന്ന് ഈ റൈഡർമാരും അങ്ങനെയുള്ള ചെറിയ വണ്ടിക്കാരൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് പയ്യന്നൂർ എത്താനായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം കുറച്ചൊരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഇവിടെ വണ്ടി ഒന്ന് തണുക്കട്ടെ. 2-3 മണിക്കൂറോളം ഓടി, നല്ല ചൂടുമല്ലേ. അപ്പോൾ എയർ കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ട് ഷീറ്റ് ശരിക്കും അറിയുന്നുണ്ട് ആ വണ്ടിക്ക്. അപ്പം വണ്ടി ഒന്ന് തണുക്കട്ടെ എന്ന് ഞാനും ഓർത്തു. ഞാനും ഒന്ന് തണുത്തു. ഇപ്പം നമ്മൾ ഒരു 10-15 മിനിറ്റോളം ഇവിടെ ബ്രേക്ക് എടുത്തു. സമയം 12:30 1 മണിയൊക്കെ ആകുമ്പോഴേക്കെങ്കിലും അവിടെ എത്തണമെന്നുണ്ട്. ഇനി എനിക്ക് പോകാനുണ്ട് 22 കിലോമീറ്റർ ഉണ്ട് പോകാൻ. അപ്പം ഞാൻ മുന്നോട്ട് പോവാണ്. ഇങ്ങനെ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു അവിടെ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങ് പോവാം. ഇനി നല്ല റോഡ് കിട്ടും. നല്ല റോഡ് കിട്ടിയാൽ കുറച്ച് സ്പീഡാവും. പക്ഷേ എത്ര പോയാലും നമുക്ക് 70-ന് മുകളിൽ ഞാൻ പോവില്ല. 60-70 റേഞ്ചിനുള്ളിൽ മാത്രമേ ഞാൻ പോകുള്ളൂ. സ്പീഡ് അതിന് മുകളിൽ കയറ്റാതെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ചും അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ, എനിക്കും മറ്റുള്ളവർക്കും ആർക്കും അപകടങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. അത് കാറായാലും ബൈക്കായാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. അപ്പം ശരി, എന്നാൽ പാട്ട് കേൾക്കാം. कितना प्यारा है ये प्यार,
प्यारा प्यारा हुआ है पहली बार, होता है एक बार, फिर न होगा ये दोबारा. കുപ്പം പാലാണ് കേട്ടോ ഇത്. എനിക്കത് വേറൊരു പാലം കൂടെ പണിയുന്നുണ്ട്. പുതിയ NH വരുമ്പോൾ വേറെ പാലം കൂടെ വരും. അപ്പോൾ ഇതൊക്കെ പൊളിക്കുമായിരിക്കും, പഴയ ഓർമ്മകളൊക്കെ ആയി മാറുമായിരിക്കും. അപ്പം ഇനി മുന്നോട്ട് പോവാണ്. നല്ല ചൂടുണ്ട്. നമ്മുടെ മണ്ണൊക്കെ നല്ല ശരിക്കും ചുമന്നിരിക്കുന്നു. നീലാകാശം എന്ന് പറഞ്ഞാൽ നീലാകാശം മുകളിലുണ്ട്, ക്യാമറയിൽ നീലയായിട്ട് കാണുന്നില്ലും. പച്ചക്കടൽ കാണുന്നുണ്ട് എന്തായാലും ഇന്ന് പോകുമ്പം. ചുവന്ന ഭൂമി അവിടെ ഇവിടെ ഒക്കെ ചുവന്നിട്ടാണല്ലേ. അപ്പം ഞങ്ങൾ റൈഡർമാർക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു മൂവിയാണല്ലോ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. പക്ഷെ അതിനകത്ത് നല്ലൊരു കമ്പനി ഉണ്ട്. ഇതിനകത്ത് എനിക്ക് ഇവിടെ കമ്പനിയൊന്നും ഇല്ല. മിക്ക എൻ്റെ റൈഡുകളൊക്കെ സോളോയാണ്. പിന്നെ ഒന്ന് ഡിമാൻഡ് ചെയ്യുന്നത് ഭയങ്കരം റൈഡാണ്. എനിക്കതുപോലെ പറ്റില്ല. എനിക്കിതുപോലെ വല്ലപ്പോഴും മാസത്തിൽ 1 അല്ലെങ്കിൽ 2 നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ റൈഡുകൾ, ബട്ട് അത് നമ്മുടെ കൂടെ കംഫർട്ടബിളായിട്ട് വരുന്നവർ വേണം. പിന്നെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കിപ്പം ഒരാൾക്കിപ്പം നോമ്പാണ്, മറ്റൊരാൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരെ പോയി, മറ്റൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരോട്ട് പോയി. ആളുടെ 100 പിന്നെ അതുകൊണ്ട് ആൾക്കിപ്പോൾ വരാൻ പറ്റില്ല. അപ്പം എന്നോട് പറഞ്ഞാൽ ആ ഭാഗത്തോട്ട് വന്നാൽ, ആളുടെ കോഴിക്കോടാണ്, കോഴിക്കോടോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്കുള്ള സ്ഥലങ്ങളിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല വെയിലടിക്കുന്നുണ്ട് നമ്മുടെ മൊബൈൽ ഹോൾഡറിലേക്ക്. ശരിക്കും ഇതിൻ്റെ റിഫ്ലക്ഷൻ തിരിച്ച് വരുന്നുണ്ട്. ഞാൻ മൊബൈലിൻ്റെ ചൂടാവുന്നുണ്ടോ എന്ന് നോക്കിയതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് വീണ്ടും യാത്ര തുടരുകയാണ്. പിന്നെ റോഡൊക്കെ അത്യാവശ്യം പണിയൊക്കെ തീർന്നുകൊണ്ട് തന്നെ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ എത്ര കാലം ഈ റോഡിൽ കൂടെ ബൈക്കുകാരെ വിടുമെന്ന് അറിയില്ല. താഴെ സർവീസ് റോഡിൽ കൂടെ പോകേണ്ടി വരും. കംപ്ലീറ്റ് പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞ് ടോളൊക്കെ ആയി കഴിയുമ്പം ബൈക്കേഴ്സിനെയൊന്നും ഇപ്പം തന്നെ പലയിടത്തും വിടുന്നില്ല എന്ന് പറയണ കേട്ടു. ശരിക്കും പറഞ്ഞാൽ അത് അന്യായമാണ്. കാരണം ടോൾ മേടിച്ചോട്ടെ, ബൈക്കേഴ്സും കൂടെ പോയിക്കോട്ടെ. അല്ലെങ്കിൽ മിനിമം ഒരു 200 cc മുകളിലുള്ള ബൈക്കിന് നമുക്ക് ഈ നാഷണൽ ഹൈവേയിൽ പോകാമെന്നുള്ള ടോളിൻ്റെ ഫെസിലിറ്റീസ് ആക്കുക. അതിൻ്റെ താഴെയുള്ള CC ഉണ്ടെങ്കിൽ അതിലെ പോകണ്ടെന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. കാരണം നമ്മൾ 350 cc 500 cc ബൈക്ക് കൊടുത്തിട്ട് സർവീസ് റോഡിൽ കൂടെ ബമ്പും ചാടി കയറി പോകണമെന്ന് പറഞ്ഞാൽ അത് അത്രയും സുഖമുള്ള പരിപാടിയായിട്ട് തോന്നുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എങ്ങനെ തോന്നുന്നത് അറിയില്ല. ഇതിനകത്ത് ചിലർ പറയും ശരിയാണ്, ആക്സിഡൻറ്റ് ചാൻസുകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഈ എക്സ്പ്രസ് വേയിലായാലും ബൈക്കിന് അങ്ങനെ പ്രശ്നം വരുന്നില്ല. ശ്രദ്ധിച്ച് ഓടിക്കേണ്ട പോലെ ഓടിച്ചാൽ. അതല്ലെങ്കിൽ പിന്നെ എവിടെയായാലും വരുന്നുണ്ടല്ലോ. ഈ കുറച്ച് ആളുകളുണ്ടാവും, 100-ൽ 10 പേരുണ്ടാവുമല്ലോ നമ്മുടെ ഈ പേര് കളയാൻ വേണ്ടിയിട്ട്, മൊത്തത്തിൽ അപമാനമാകാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർ തന്നെയാണ് പ്രശ്നം. അല്ലാതെ ഒരുപാട്, ഞാൻ ഇന്നും വരുമ്പോഴും 2 റൈഡേഴ്സിനെ കണ്ടു. അവർ പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ഗോവ പോകുന്നവരായിരുന്നു. ബ്രേക്ക് എടുത്ത സമയത്ത് കണ്ടതാണ്. അപ്പോൾ അവരൊക്കെ എത്ര കാമൻ കൂളായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവർ ഒരു പ്ലാൻ വെച്ച് നല്ല സുഖമായിട്ട് അങ്ങ് ഓടിച്ചു പോവുകയാണ്. വണ്ടിയും അത്ര സൂക്ഷിച്ച് അവരും അവരുടെ ഹെൽത്തും നോക്കിയൊക്കെയാണ് പോകുന്നത്. പിന്നെ അതല്ലാതെ പോകുന്ന കുറച്ച് ആളുകളുണ്ട്. നമുക്കപ്പോൾ അവരെ തിരുത്താൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അവരങ്ങനെ പോട്ടെ. അങ്ങനെ നമ്മൾ വെള്ളൂരുള്ള അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വഴിയൊന്ന് ചെറുതായിട്ട് പാളിപ്പോയായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചു വന്നു. വീണ്ടും നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്. അപ്പം സച്ചിനെ നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ വലിയ കമ്പനിയൊന്നും ആയിരുന്നില്ല ജോലി ചെയ്തിരുന്ന സമയത്ത്. പക്ഷെ പോയി കഴിഞ്ഞപ്പം വല്ലപ്പോഴും ചിലപ്പം 2-3 മാസം കൂടുമ്പോൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള്, പക്ഷെ എന്തോ ഒരു വൈബ് ഉണ്ടായിരുന്നു ആ ഒരു കോളിന്. അല്ല എന്തെങ്കിലും നമ്മുടെ ഒരു ടേസ്റ്റ്, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യും. അല്ല നമുക്ക് എന്തെങ്കിലും ഒരു ഡെസ്പായിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ഹീലിംഗ് മെസ്സേജസ് തരികയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ സച്ചിനോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അപ്പം നമ്മളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം കൂടിയേ ഉള്ളൂ. 1-2 കിലോമീറ്ററിനുള്ളിൽ അമ്പലത്തിലെത്തും, വെള്ളൂർ അമ്പലത്തിലെത്തും. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പം റിസപ്ഷൻ ഫങ്ഷൻസ് ഫോട്ടോസൊക്കെ ആയിരിക്കും. എന്തുതന്നെയായാലും കുഴപ്പമില്ല. ആളെ കാണാൻ കുറച്ച് നേരം കൂടി ഇരിക്കണം. അങ്ങനെയൊക്കെയാണ് മനസ്സിൽ. ഇപ്പം അമ്പലത്തിലേക്കുള്ള കയറാനുള്ള വഴിയായിട്ടുണ്ട്. അപ്പം ഓക്കെ. അപ്പം നമുക്കിനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വർത്തമാനം പറയാം.
പുതിയ നാഷണൽ ഹൈവേയുടെ കംപ്ലീറ്റ് ആയ കുറച്ച് ഭാഗങ്ങളൊന്നാണ്. അപ്പം ഞാനിതെല്ലാം തേർഡ് ട്രാക്കിൽ കൂടെ തന്നെയാണ് കാര്യമായിട്ട് വണ്ടി ഓടിക്കുന്നുള്ളൂ. എനിക്കൊന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ മാത്രം സെക്കൻഡ് ട്രാക്കിൽ കയറുന്നുള്ളൂ. കുറച്ച് ദൂരമായിട്ട് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, വർക്ക് കുറച്ചും കൂടെ കംപ്ലീറ്റ് ആകാനുണ്ട്. എന്നാലും നല്ല സുഖമാണ് കേട്ടോ. ഒരുപാട് വണ്ടികളൊന്നുമില്ല, ഓടിക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ബൈക്കുകാർ കുറച്ച് ടോളൊക്കെ വരുമ്പോൾ താഴെക്കൂടെ സർവീസ് റോഡിൽ കൂടെ പോകണമെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം ഇത്ര നല്ല എത്ര പെട്ടെന്ന് നമ്മൾ ഡിസ്റ്റൻസ് കവറായി പോകുന്നത്. സർവീസ് റോഡിൽ അതുപോലെ നടക്കില്ല. കാരണം ഇടയ്ക്ക് ടൗണുകളുണ്ട്, ബമ്പുകൾ കണ്ടുപോകാനുണ്ട്, ചെറിയ വീതി കുറവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരും, അതൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പം എന്തായാലും എവിടെയെങ്കിലും ഒന്ന് ചുമ്മാ കറങ്ങാം. അപ്പോൾ കൗവായി വരെ ഒന്ന് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പയ്യന്നൂർ ടൗണിൽ വന്ന് ഞാൻ കൗവായിലേക്ക് പോകാമെന്ന് ഓർത്തിട്ട് അങ്ങോട്ടുള്ള ടേൺ എടുത്തിട്ടാണുള്ളത്. ഇവിടുന്ന് ഇനി ഒരു 8 കിലോമീറ്റർ ആണുള്ളത്. രാമന്തളി റോഡിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൂടെയാണ് പോകുന്നത്. പാലം കയറി ഇറങ്ങിയിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കൗവായിലാണ് ബാക്കി കാഴ്ചകളൊക്കെ ഉണ്ടാവുക. അപ്പം ചെറിയ കാഴ്ചകളിലേക്ക് വീണ്ടും എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. സച്ചിൻ കാ ഷാദി ഒരുപാട് വീഡിയോ കവറേജ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആളും തിരക്കായിരിക്കുമല്ലോ, നമുക്ക് അവിടെ ഒരുപാട് നേരം നമുക്ക് ഇരിക്കണ്ടല്ലോ. എന്നാലും ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന കണ്ടു, കുറച്ച് നേരം ചിരിച്ചു, ഒരു 5 മിനിറ്റ് ആളോട് വർത്തമാനം പറയാൻ പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ ഒരുപാട് കാലം, ചിലപ്പം ഞാൻ ശരിക്കും സച്ചിനെ കണ്ടിട്ട് ഇപ്പം 2 വർഷത്തിന് മുകളിലായി. അപ്പോൾ 3 വർഷത്തോളമായിട്ടുണ്ടാവും. എങ്കിലും വല്ലപ്പോഴൊക്കെ 2-3 മാസം കൂടുമ്പോഴൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വിളി. പക്ഷെ ഞാൻ റൈഡ് പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ വയലിൻ ചെയ്യാന്നൊക്കെ പറയുമ്പം ആളെനിക്ക് ഭയങ്കര സപ്പോർട്ട് തരാറുണ്ടായിരുന്നു. അതുതന്നെയാണ് എനിക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവുമെങ്കിലും സച്ചിൻ എന്നൊരാളെ പറ്റി എനിക്ക് നല്ല പോസിറ്റീവ് പറയാനുള്ളത് ഇത് തന്നെയാണ്. എനിക്ക് മറ്റ് നെഗറ്റീവുകളൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള, ഇൻസ്പയർഡ് ആയിട്ടുള്ള, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പം താങ്ക്സ് സച്ചിൻ, വിളിച്ചതിൽ വരാൻ പറ്റി. പോകുന്നതിൽ തന്നെ നമുക്കൊന്ന് ഒരിക്കൽ കൂടെ നമ്മൾ കാണും, അത് ഉറപ്പാണ്. നമ്മൾ ഒരു ഡിന്നർ കൂടെ കഴിച്ചിട്ട് വേണം സച്ചിൻ തിരിച്ചു പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടരുകയാണ്. ഇവിടുന്ന് ഒരു സൈഡ് ഏഴിമലയാക്കാൻ തോന്നുന്നു, പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ടേണാണ് കഴിഞ്ഞത്. ഇപ്പം നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ റൈറ്റ് എടുത്തിട്ടാണ് ഇനി കവായ് ദ്വീപിലേക്ക് പോകുന്നത്. ഇനി ഒരു 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും പാട്ട് ആസ്വദിക്കാം. ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഉച്ച സമയമാണ് കേട്ടോ, 2:30. നല്ല ചൂടാണ്. പിന്നെ ഞാൻ നിർത്താതെ തന്നെ വന്നു. അവിടെ നിന്ന് ടെസ്റ്റ് ഇങ്ങോട്ട് വരിക ചെയ്തത്. ഇനി തന്നെ 3 കിലോമീറ്റർ കൂടെ ഇല്ലേ ഉള്ളൂ. അപ്പം അവിടെ നിർത്താം. ഈ പോകുന്ന വഴിക്കൊക്കെ തെരുവുപട്ടികളുടെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. കുറുകയൊക്കെ ചാടുന്നുണ്ട്. അതാണ്ടോ ഒന്ന് ചാടുന്നു. മുന്നേ ഉണ്ടായിരുന്നു. ഇതിനൊന്നും പിടിക്കുന്നില്ലേ വാ, ആരും ഒന്നും ചെയ്യുന്നില്ലേ വാ. കണ്ട് എന്തോരാ പോകുന്നത്. ഇതൊക്കെ ഈ സ്കൂളിലൊക്കെ കഴിഞ്ഞ് പോകുന്ന കുട്ടികളെയൊക്കെ പിടിച്ച് കടിക്കുമോ എന്നുള്ളതാണ്, പേടിയാണ്. കുറേ എന്തൊക്കെയോ നടപടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും കുറേ എണ്ണങ്ങൾ ഇങ്ങനെ വീണ്ടും കാണുന്നുണ്ട്. പിന്നെ ഇവരൊന്നും ചെയ്യാൻ പാടില്ല. മൃഗസ്നേഹികളുണ്ട്, അവരും ജീവനാണ്. അപ്പോൾ അതിനെ നശിപ്പിക്കാൻ പാടില്ല. പക്ഷേ മനുഷ്യജീവന് അപകടമായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയല്ലേ. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു നടപടിയും കൃത്യമായിട്ടുള്ള അവലോകനങ്ങളൊക്കെ ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിക്കുന്നു.
അങ്ങനെ കവ്വായിൽ എത്താനായിട്ടോ ഇനി ഏതാണ്ട് 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ താഴെ ദൂരേ ഉള്ളൂ. അപ്പം ഇനിയിപ്പം ഒരുപാട് വീഡിയോസ് ഒന്നും കാണാനുണ്ടാവില്ല. ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കണ്ടിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കും. അപ്പം എനിക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആളുകളുണ്ട്. ഞാൻ പുതിയ ഒരാളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നത് ഇപ്പോൾ സച്ചിനെ പോലെയുള്ള കുറച്ച് ആളുകളുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന സച്ചിനൊക്കെ എൻ്റെ വീഡിയോ കാണാറുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ എൻ്റെ സ്ട്രെങ്ത്താണ്. ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭാവിയിൽ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ ഇത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. എന്നെ കാണുന്ന കുറച്ച് ആളുകൾക്കും സന്തോഷമുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എല്ലാവരും ഈ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം നമ്മൾ കവ്വായുടെ പാർക്കിങ്ങിലോട്ട് കയറുകയാണ്. പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് അത്യാവശ്യം. ഒരു തണൽ നോക്കി നമുക്കും വണ്ടി ഇടാം. വെയിലത്തല്ലേ, ചൂട് സമയമല്ലേ, തണൽ നോക്കി ഞാനും വണ്ടിയിട്ട് ഇനിയിപ്പം അപ്പുറത്തോട്ട് പോകാം. ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന് കവ്വായി ദ്വീപുണ്ട്, കവ്വായിൻ്റെ കണ്ടൽക്കാടുകളുണ്ട്. അപ്പോൾ കവ്വായി കണ്ടൽക്കാടുകളിലേക്ക് പോകുന്നത് സ്പീഡ് ബോട്ടിൽ അല്ലെങ്കിൽ കയാക്കിംഗ് ബോട്ടുകളിലാണ് പോകുന്നത്. ഇത് വൈകുന്നേരങ്ങളിൽ കൂടുതൽ ആളുകളുണ്ടാവും. ഇന്ന് രാവിലെ കുറച്ച് സമയം ഉണ്ടാവും, ഉച്ച സമയത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ കവ്വായി ബീച്ച് സൈഡിലോട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ബോട്ടുണ്ട്. അതിന് 10 രൂപ ഉള്ളൂ. ആ 10 മിനിറ്റ് നമ്മൾ അപ്പുറത്തെത്തിക്കും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കുറേ നേരം 3 മണിക്ക് ഒരു ബോട്ട് വരണ്ടായിരുന്നു. ഒരുപാട് സമയം ബുക്ക് ചെയ്തു. 3 മണിക്ക് വരേണ്ട ബോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ 4 മണിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ച് കയറുന്നില്ല. ഒരുപാട് താമസിക്കാൻ തിരിച്ച് പോവുകയാണ് എന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ആ ബീച്ച് കൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നീട് എന്തെങ്കിലാകാം, കുഴപ്പമില്ല. ഏതായാലും വന്നതല്ലേ, കുറച്ച് 10-15 മിനിറ്റ് വെള്ളമൊക്കെ കുടിച്ച് കായലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. സ്പീഡ് ബോട്ടൊക്കെ നല്ല അടിച്ചുപൊളിച്ചാണ് കേട്ടോ പോകുന്നത്. അതിന് 800 രൂപയാണ്. 4 പേർക്ക് 800 രൂപ. കയാക്കിങ്ങിന് 2 പേർക്കുള്ളത് 600 രൂപ. ഒരാൾക്ക് മാത്രമാണ് 300 രൂപ. ചെറുതുണ്ട്. പിന്നെ വേറെ എന്താണ്, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കൂടുതലായിട്ട് അറിയില്ല. കാരണം ആരും അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കവ്വായിലാണ്. അങ്ങ് ദൂരെ കവ്വായി ഐലൻഡ്, കണ്ടൽക്കാടുകൾ ബാക്ക് സൈഡിൽ, പിന്നെ സർക്കാരിൻ്റെ ബോട്ട് പോകുന്ന വഴി ബീച്ചിലേക്ക് പോകുന്നു. അത് നല്ല ആംബിയൻസ് ആണ്. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നു. ഭയങ്കര തണുപ്പും കാറ്റൊക്കെ വരുന്നുണ്ട്. ആ ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടി. ഇപ്പോൾ ബോട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. 3 മണിക്ക് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു ബോട്ട് വരാനുണ്ട്. ആ ബോട്ടിൽ കയറിയിട്ട് ബീച്ച് സൈഡിലേക്ക് പോകണം, കവ്വായി ബീച്ച് സൈഡിലേക്ക്. അതാണ് പ്ലാന്. കണ്ടൽക്കാടുകളിലേക്ക് പോകുന്നില്ല. അവിടെ ഒന്നെങ്കിൽ കയാക്കിങ്ങിൽ പോകണം, അതല്ലെങ്കിൽ സ്പീഡ് ബോട്ടിൽ പോകണം. അങ്ങനെ കണ്ടിട്ട് വേണം പോകാൻ. അപ്പം ഞാൻ അങ്ങോട്ട് ഏതായാലും പോകുന്നില്ല. നമുക്ക് ബീച്ച് സൈഡൊന്ന് പോയിട്ട് വരാം. ഓക്കെ, ബോട്ട് വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ചിലമ്പൊലികൾ മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ കാറ്റിന്റെ തേരിൽ പാറും തൂവൽ ഞാൻ ശ്യാമാംബരം
ഒരു 5 മണിക്ക് ശേഷമൊക്കെ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര കാഴ്ചയായിരിക്കും തോന്നുന്നു കേട്ടോ. സൺസെറ്റൊക്കെ കാണാനും ഒക്കെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴേ നല്ല തണുപ്പുണ്ടായിരുന്നു കാറ്റിന്. അതൊരു നല്ല സുഖമായിരുന്നു. അത്രയും ചൂടത്ത് ഇങ്ങോട്ട് കയറിയപ്പോഴത്തല്ലേ, ഇത് പറയാതിരിക്കാൻ വയ്യ. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ആകമാന കാഴ്ചകൾ എന്ന് പറയാൻ. കാരണം ഞാൻ ബീച്ചിലേക്കും പോയിട്ടില്ല, നമ്മുടെ ചെറിയ ചെറിയ ഐലൻഡുകളിലേക്കും പോയിട്ടില്ല. അപ്പം തന്നെ ആയതുകൊണ്ട് പിന്നെ ആരെങ്കിലും കമ്പനി വേണം ഐലൻഡിൽ പോകണമെങ്കിൽ. തന്നെ പോകാൻ പറ്റില്ല. അവർ കയാക്കിംഗ് ബോട്ടിൽ വേണം തന്നെ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാനത് പോയിട്ടില്ല. പിന്നെ അത്തോടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എൻ്റെ റൈഡിങ് ഫ്രണ്ട്സിനെ കൂടെ വിളിക്കണം. അപ്പം അവർ വരുന്നു വിചാരിക്കുന്നു അടുത്ത റൈഡിൽ. നമ്മുടെ കവ്വായെ പറ്റിയുള്ള ചെറിയ ഇൻഫർമേഷൻസ് ഒക്കെ അടങ്ങുന്ന ബോർഡ് അവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാനതൊക്കെ വായിച്ചു. പിന്നെ അത് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്, സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും ഇതിനെ പറ്റിയിട്ടുള്ള. അപ്പം എൻ്റെ മടക്കി യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് പതുക്കെ വിടുകയാണ് ഇനിയിപ്പോൾ പതുക്കെ തിരിച്ച് പയ്യന്നൂർ വന്നിട്ട് അവിടെ നിന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കും, മടുക്കുമ്പോൾ ബ്രേക്ക് എടുക്കും, നിർത്തും. അതിൽ ഇത്ര കിലോമീറ്റർ ഇത്ര സമയമൊന്നുമില്ല, എപ്പോഴാണോ മടുക്കുന്നത് അപ്പം നിർത്തും. പിന്നെ 1 മണിക്കൂറിൽ 1.5 മണിക്കൂറിൽ കൂടുതൽ ഞാൻ കണ്ടിന്യൂസ് ബൈക്ക് റൈഡ് ചെയ്യാറില്ല. വണ്ടിയും തണുപ്പിക്കാൻ എന്നെയും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് തരാറുണ്ട്. 10-15 മിനിറ്റ് നിർത്താറുണ്ട്. അതിൽ ലോങ് പോവുകയാണെങ്കിൽ പോലും. അതൊക്കെ കൊണ്ടാണ് ചിലർ എൻ്റെ കൂടെ റൈഡ് ചെയ്യാൻ താല്പര്യപ്പെടാത്തത്. സച്ചിൻ്റെ ഷാദി അങ്ങനെ കഴിഞ്ഞു. ഷാദി കൂടി നല്ല ബിരിയാണി കഴിച്ചു. സച്ചിന് എല്ലാ ആശംസകളും നൽകി ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. ഷാദിക്ക ഖതം ഹോ ഗയ എന്താണോ ഹിന്ദി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. എന്തായാലും വണ്ടിക്ക് ഒരു ടോപ്പ് ബോക്സ് വെക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. കാരണം ഈ ബാഗെല്ലാം തട്ടിക്കൊണ്ട് പോകണ്ടേ പോകുന്നിടത്തൊക്കെ. ഞാൻ തിരിച്ചു പോകാട്ടോ. പിന്നെ ഇവിടെ അടുത്തൊരു നല്ല തണലുള്ളൊരു സ്ഥലത്ത് എനിക്ക് വണ്ടി പാർക്കിംഗ് കിട്ടിയിട്ടോ. ഇവിടെ എന്ത് AC-യുടെ എഫക്റ്റ്. ഇവിടെ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. ഒരു 10 മിനിറ്റ് ഞാൻ പിന്നെ വെറുതെ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചു. ഹെൽത്ത് വൈസ് ഞാൻ അത്ര ഓക്കെ അല്ല. ചെറിയ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കോൾഡൊക്കെ ഉണ്ട്. തുമ്മലും ചുമയും പനിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പക്ഷേ ഇത് ഒഴിവാക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. മറ്റു യാത്ര ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് പോവാണ്. കുറുമ്പുകൾ